ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഈ കേക്കും കാൻഡിലെല്ലാം കണ്ടാൽ സംഗതി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് ഞാനിപ്പോൾ ഉള്ളൊരു പാറയുടെ മുകളിലാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പാറയുടെ മുകളിലാണുള്ളത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ ആരുമില്ല, എല്ലാവരും ഉറങ്ങി, ലൈറ്റുകളൊന്നുമില്ല. കുറച്ച് വീടിൻ്റെ ലൈറ്റുകൾ അങ്ങ് കാണാം, അത്രയേ ഉള്ളൂ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കേക്ക് മുറി നടത്തുന്നത്. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. എൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ പിറന്നാൾ യാത്രയിലായിരിക്കും ഞാൻ ഉണ്ടാവൽ. ഈ വർഷം എനിക്കത് പോകാൻ സാധിച്ചില്ല. ആഘോഷങ്ങളില്ല, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. ആഘോഷങ്ങളില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രം. വിഷ് ചെയ്യാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഫാമിലിയുണ്ട്. എന്നാലും എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനൊരു സെപ്പറേറ്റ് ഒറ്റയ്ക്ക് ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഒരുമിച്ച് നമുക്ക് കേക്ക് മുറിക്കാം. ഒരു മിനിറ്റ്, ഇത് ഊതുന്നില്ല. ഊതിയിട്ടുണ്ടെങ്കിൽ വെളിച്ചുണ്ടാവില്ല, അതുകൊണ്ട് ക്യാൻഡിൽ ഊതുന്നില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ആഘോഷങ്ങളില്ലാത്ത ഒരു ബർത്ത്ഡേ കേക്ക് മുറിയും കഴിഞ്ഞ്. പിന്നെ ഞാനിത് വാങ്ങിയിട്ടുള്ളത് കുറ്റിയാടി കേക്ക് റെസ്റ്റ് നിന്നാണ് കേട്ടോ. ഒരൊറ്റ കട്ട് കേക്കാണ് വാങ്ങിയിട്ടുള്ളൂ. ഒരു ബാഗെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാകും. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് സമയമുണ്ട്, നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം. ആ സമയത്ത് നമുക്ക് ഫേസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. സന്തോഷം ഉണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, എല്ലാം ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടാകും. ചില നിമിഷങ്ങൾ നമ്മൾ ഒറ്റക്കായാലും നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മളേത് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ലൈഫ്, നമ്മൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ. ഒരുപാട് ആൾക്കാർ സ്നേഹിക്കാനുണ്ട് കൂടെ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കായക്കൊടി കൊളാട്ടപ്പാറയിലിട്ടാണ് ഞാനുള്ളത്. ഇവിടെ സാധാരണ വരുത്തുള്ളതാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ടും ഒരുപാട് സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കലുണ്ട്, ഫ്രണ്ട്സുമായിട്ട് ഇരിക്കലുണ്ട്, കഥ പറയാൻ വരുത്തുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബർത്ത്ഡേ ഇതുപോലൊരു സ്ഥലത്ത് ആഘോഷമില്ല ഇങ്ങനെ കഴിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ലൈഫിൽ സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.